തമിഴ് മൂവീസ്, തെലുങ്ക് മൂവീസ് അങ്ങനെ കണ്ട് പരിചയമുള്ള ഒരു ടൈപ്പ് മൂവി നമ്മുടെ മലയാളത്തിൽ വരുമ്പോൾ ചിലവർക്ക് ഇഷ്ടം ലൈക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ മലയാളം എന്ന് പറഞ്ഞാൽ കോണ്ടന്റ് ബേസ്ഡ് ആണ്, അങ്ങനെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കുറച്ച് ഓഡിയൻസ് ഉണ്ട്. അങ്ങനത്തെവർക്കായിരിക്കും ഇത് വർക്ക് ആവുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, അവരിത് ആദ്യമേ പറഞ്ഞായിരുന്നു, ഇത് നിങ്ങൾ ലോജിക്ക് വെച്ച് കണ്ട് ഒരു കാര്യമില്ലാതെ അതേപോലെ തന്നെയാണ് ലോജിക്ക് വെച്ച് മാർക്കോ കണ്ടിട്ട് വയലൻസ് ആണ്, അവര് വയലന്റ് മൂവിയാണ് ചെയ്തത്. അതാണ് ഞാൻ പറഞ്ഞ ഒരു കൺവിക്ഷൻ എന്ന് പറഞ്ഞാൽ, ആ ഒരു ഡയറക്ടർക്ക് ഒരു പ്രൊഡക്റ്റ് ഇട്ട് കൊടുക്കണം, ഇതാണ് എന്റെ പ്രൊഡക്റ്റ്, നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ വരിക, വന്ന് കണ്ടിട്ട് നിങ്ങൾ കുറ്റം പറയണമെങ്കിൽ കുറ്റം പറഞ്ഞു കേട്ടോ, അത് ഓക്കെ എന്നുള്ളതല്ല. പിന്നെ ഇതില് പറയേണ്ട ധ്യാന് വിനീത്, ശരിക്കും ഇതില് ഞാൻ പറഞ്ഞത് വിനീതും ധ്യാനും ആയതുകൊണ്ട് അതാണ് പറഞ്ഞത്, അവർ ആ ഒരു ക്യാരക്ടറെ ആ ഒരു ആക്ടേഴ്സിനെ പ്ലേസ് ചെയ്തത്. ഇവർ രണ്ടുപേരും വന്നതും ഇവർ രണ്ടുപേരും, അതായത് ശരിക്കും ഇത് കണക്ട് ആവുന്നത് കൂടുതൽ റെഗുലർലി സിനിമ ഫോളോ ചെയ്യുന്നവരും സിനിമയ്ക്ക് പുറത്തുള്ള ഇന്നത്തെ സിനിമയുടെ ഇവരുടെ ലൈഫ് ഫോളോ ചെയ്യുന്നവർക്ക് മനസ്സിലാവും. കാരണം ധ്യാനെ കൊണ്ടുവന്ന് ധ്യാനും വിനീത് അങ്ങോട്ട് പറയുന്നത് റിയൽ ലൈഫിലെ കാര്യങ്ങളാണ്, പക്ഷെ നമുക്കത് അടിക്കത്തില്ല എന്നാ സംഭവം. അതാണ് അവർ കറക്റ്റ് ആയിട്ട് അവരത് പ്ലേസ് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നത്. നൈസ്. നമ്മളിപ്പോ ധ്യാനിനെ എപ്പോഴും ഓരോന്ന് പറഞ്ഞിട്ട് കളിയാക്കും, ഇതില് ധ്യാൻ അടിപൊളിയായിരുന്നു. പിന്നെ വിനീതും ധ്യാന്റെയും പ്ലേസ്മെന്റും നല്ല രസം. അതാ പറഞ്ഞു, കുറെ ക്യാരക്ടേഴ്സ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ എല്ലാം നല്ല പരിചയമുള്ള മുഖങ്ങൾ, അവരൊക്കെ പ്ലേസ് ചെയ്തിരിക്കണം, അവർക്ക് കൊടുത്ത ക്യാരക്ടേഴ്സ് ഒക്കെ നല്ല രസമുണ്ട്. ഇപ്പൊ നമ്മൾ മീൻസ് ഇപ്പൊ സ്വന്തമായിട്ട് ട്രോൾ ചെയ്യുന്നവരെ മിക്ക ക്യാരക്ടേഴ്സും, പക്ഷെ ആ ട്രോൾ ചെയ്യുന്നതും അതൊരു ഭംഗിയുണ്ട്. കാരണം നമുക്ക് ഒരു എന്താ ക്രിഞ്ച് ഫീലോ അങ്ങനെ ഒന്നും അടിക്കാണ്ട് സെറ്റായിട്ടാണ് വെച്ചേക്കുന്നത്. ഇപ്പോൾ ദിലീപിനാണെങ്കിൽ എപ്പോഴും പറയും ദിലീപ് എപ്പോഴും പഴയ കോമഡി കൊണ്ടുവരുവാണ്, അത് ഇപ്പോഴത്തെ പിള്ളേർക്ക് വർക്കാവില്ല. പക്ഷെ അതും അടക്കം നമുക്കത് കൊണ്ടുവന്നിട്ട് അതിനൊരു ചേഞ്ച് വരുത്തി. ശരിക്കും എത്രയോ നാളായി ഇതുപോലെ ദിലീപ് എനർജറ്റിക് ആയിട്ട് കണ്ടിട്ടുള്ളത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ പറഞ്ഞ കാലത്ത് ദിലീപിന്റെ സിനിമകൾ അത്യാവശ്യം ഓടിയ സിനിമകളാണെങ്കിൽ പോലും ആ ഒരു പഴയ ദിലീപിനെ നമ്മൾ മിസ് ചെയ്തിരുന്നു. ഇത് അതിൽ തിരിച്ച് കിട്ടി എന്ന് തന്നെ 100% പറയാം.